Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടരികിൽ നിൽക്കെ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കെ ആരുടെ ആത്മവിശ്വാസത്തിന്റെ തട്ടാണ് താഴ്ന്നു നിൽക്കുന്നത്? വമ്പൻ പ്രഖ്യാപനങ്ങളിലൂടെ, വീട്ടമ്മ പെൻഷനിലൂടെയും ഉയർന്ന സാമൂഹ്യ പെൻഷനിലൂടെയും ഭരണപക്ഷം കളം പിടിക്കുമോ? എല്ലാ പ്രഖ്യാപനങ്ങളും തെരഞ്ഞെടുപ്പ് കുതന്ത്രങ്ങൾ എന്ന പ്രതിപക്ഷ നിലപാട് ശരിവെച്ച് കേരളം പറയുമോ? പ്രതിപക്ഷ നേതാവ് പറയും പോലെ കടക്കൂ പുറത്ത്. തദ്ദേശ വിധിയിൽ നിയമസഭാ ഫലസൂചനയുണ്ടാകുമോ? ഇനിയുമുണ്ടോ മുന്നണിയിൽ പുതിയ പരീക്ഷണങ്ങൾ? ഇനിയും നാടകീയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമോ? അവസാനത്തെ അംഗത്തിനു വേണ്ടി കാത്തുവച്ചിരിക്കുന്ന തിരക്കഥ എന്താണ്? പുതിയ തന്ത്രങ്ങൾ ഇനിയുമുണ്ടോ? അതിഥികളായി CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, മുസ്ലിം ലീഗ് പ്രതിനിധി ഷാഫി ചാലിയം, വലത് സഹയാത്രികൻ ഷാബു പ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ A സജീവൻ എന്നിവരാണ്. ഞാൻ CPM പ്രതിനിധി അരുൺകുമാറിലേക്ക് പോകുന്നതിന് മുൻപ് ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു വിമർശനം നമുക്ക് കേട്ടു തുടങ്ങാം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാവരോടും കടക്കൂ പുറത്ത് എന്നാവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനോട് കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് പറയാൻ പോവുകയാണ്, കടക്കൂ പുറത്തെന്ന്. അതാണ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ആണോ കേരളം പറയുമോ കടക്കൂ പുറത്ത് എന്ന്? ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോട് തുടരൂ, വീണ്ടും തുടരൂ, വീണ്ടും വീണ്ടും തുടരൂ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഒരേ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളെ എതിർക്കുന്നവർ, ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് എപ്പോഴും വിമർശിച്ചുകൊണ്ടിരുന്നവരടക്കം ഞങ്ങളാണ് ശരി, LDF ആണ് ശരി, സഖാവ് പിണറായി വിജയനാണ് ശരി എന്ന് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. പ്രത്യേകിച്ച് സമുദായ സംഘടനാ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നല്ല. എതിർത്തുകൊണ്ടിരുന്ന, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിരുന്ന, അതുപോലെ തന്നെ വിമർശിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങളോടൊപ്പം കൂട്ടാൻ കഴിഞ്ഞു എന്നതാണ് ഈ 9.5 വർഷത്തെ ഭരണത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. കാരണം വിമർശിക്കാൻ ഒന്നുമില്ലാത്തവരായി ഞങ്ങളെ വിമർശിച്ചു കൊണ്ടിരുന്നവർ മാറി. അത് ഏറ്റവും നല്ല ലക്ഷണമായിട്ട് ഞങ്ങൾ കാണുന്നു. പക്ഷെ അത് ഒരിക്കലും ഒരു അഹങ്കാരത്തിന്റെ ലാഞ്ചന ഞങ്ങളിലില്ല. കൂടുതൽ കൂടുതൽ വിനയാന്വിതരായി ജനങ്ങൾക്കൊപ്പം നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി, കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ച് ആ കാര്യങ്ങൾ കൂടുതൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി എന്തെങ്കിലും കുറവുകൾ ചൂണ്ടിക്കാണിച്ചാൽ അതും നടപ്പാക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്ത ബോധത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, 600 കാര്യങ്ങളാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അതിൽ 580 കാര്യങ്ങൾ പൂർത്തീകരിച്ചു. 10-20 കാര്യങ്ങൾ അണ്ടർ പ്രോസസ്സിലാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ 2021 ഞങ്ങൾ പ്രകടന പത്രിക ഇറക്കി. ആ സമയത്ത് നമുക്കറിയാം, ഒരു ഭാഗത്ത് ഓഖി ദുരന്തം, നിപ വൈറസ്, നൂറ്റാണ്ടിലെ മഹാപ്രളയം, 2019 പ്രളയം, കോവിഡ് 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം, അങ്ങനെ 5ഓളം പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ വേട്ടയാടി. മറുഭാഗത്ത് CBI, NIA, ED, കസ്റ്റംസ്, ആദായ നികുതി വകുപ്പ്, അങ്ങനെ നിരവധി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നമ്മെ വേട്ടയാടി. ആ വേട്ടയാടുമ്പോഴും എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ചു. 2021 900 കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പ്രകടന പത്രികയായിട്ട് അവതരിപ്പിച്ചു. ആ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ട പല കാര്യങ്ങളും ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ച് ഞങ്ങളെ കളിയാക്കിയവരുണ്ട്, വിമർശിച്ചവരുണ്ട്. ഇപ്പോൾ 2ാം പിണറായി സർക്കാരിന്റെ 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ മെയ് മാസം 23 പുറത്തിറക്കിയപ്പോൾ 739 കാര്യങ്ങൾ പൂർത്തീകരിച്ചതായി ഞങ്ങൾ ജനങ്ങളെ അറിയിച്ചു. ബാക്കി കാര്യങ്ങൾ ഈ 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നും ജനങ്ങളെ കൃത്യമായിട്ട് തന്നെ ബോധിപ്പിച്ചു. ഉയർന്ന വിവാദങ്ങൾ ഈ സർക്കാരിന്റെ രാഷ്ട്രീയമായ പ്രതിച്ഛായ ബാധിച്ചിട്ടില്ലേ? സർക്കാർ കേന്ദ്രത്തിന് കീഴടങ്ങി എന്ന ഒരു വലിയ ചർച്ച ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിലില്ലേ? അത് ഒടുവിൽ CPM-ന് സമ്മതിക്കേണ്ടി വന്നില്ലേ? മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ, മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ, CPI പോലും വിശ്വാസത്തിലെടുക്കാതെ എടുത്ത തീരുമാനം രാഷ്ട്രീയമായി നിങ്ങൾക്കൊരു വലിയ തിരിച്ചടിയാവില്ലേ? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി അത് പിടിച്ചുലച്ചിട്ടില്ലേ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഖജനാവിൽ പൂച്ചപറ്റി കിടക്കുമ്പോഴും വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് തിരഞ്ഞെടുപ്പിന്റെ കുപ്രചരണമല്ല എന്ന് ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന ചോദ്യം പ്രസക്തമാണ്. KS അരുൺകുമാർ, ഈ പ്രതിപക്ഷ നേതാവൊക്കെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആകണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അപമാനിക്കുകയല്ല. ഈ രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ കടത്തിന്റെ തോത് പരിശോധിച്ചാൽ ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ കേരളം ഇല്ല എന്നും കേരളത്തിന്റെ വരുമാനം കൂടിയെന്നും നികുതി വരുമാനം കൂടിയെന്നും കടത്തിന്റെ തോത് കുറഞ്ഞുവെന്നും ചിലവ് കുറഞ്ഞുവെന്നും കേരളത്തിന്റെ മിച്ചം വർദ്ധിക്കുന്നുവെന്നും കേന്ദ്രത്തിന്റെ കടവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ പകുതിയിൽ താഴെയാണ് കേരളത്തിന്റെ കടത്തിന്റെ വർധനവിന്റെ ശതമാനം എന്നുമെല്ലാം
പകൽ പോലെ അത്യാവശ്യം പത്രം വായിക്കുന്നവർക്ക് ബോധ്യമുണ്ട്. എന്നിട്ടും പല കാര്യങ്ങൾ പറഞ്ഞ് നുണപ്രചരണം നടത്തുന്നത് നമ്മൾ കാണുകയാണ്. ഒറ്റ കാര്യം നമുക്കറിയാം, പലതരത്തിൽ കേരളത്തെ അങ്ങ് വലിഞ്ഞു മുറുക്കാൻ ശ്രമിച്ചു. നികുതികൾ കൃത്യമായി കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം വെട്ടിക്കുറച്ചു, കേന്ദ്ര പദ്ധതികൾ കൃത്യമായിട്ട് അവഗണിച്ചു, ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചു, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ ശ്രമങ്ങളെയെല്ലാം എത്ര ഗംഭീരമായിട്ടാണ് നമ്മൾ അതിജീവിച്ചത്. നമ്മൾ ഡൽഹിയിൽ പോയി വലിയ സമരം നടത്തി, നിയമപോരാട്ടം നടത്തിയപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? പോരാട്ടങ്ങളെല്ലാം PMCയിൽ കൊണ്ടുവച്ച് നിങ്ങൾ തലവെച്ചു കൊടുത്തതോടെ ആ വിശ്വാസ്യത നശിപ്പിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇല്ല, പ്രതിപക്ഷത്തിന് എന്തിനേയും എതിർക്കുന്ന പക്ഷമായി തുടരാം. പക്ഷേ ജനങ്ങൾക്ക് ഇതിന്റെ കൃത്യമായ നീതിബോധത്തോടെ തന്നെയാണ് ജനങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്. ഇപ്പൊ PM ഉഷ നടപ്പാക്കി, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെല്ലാം കേന്ദ്ര പദ്ധതിയായ PM ഉഷ നടപ്പാക്കി. പക്ഷെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ സറണ്ടർ ചെയ്തോ കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ? ഇവിടെ പാഠപുസ്തകങ്ങൾ അമെന്റ് ചെയ്യാനും ഇന്നത് ഉൾപ്പെടുത്താനും എല്ലാം എത്രയോ വലിയ ശ്രമം നടന്നു. നമ്മൾ സറണ്ടർ ചെയ്തോ? NHുമായി ബന്ധപ്പെട്ടുകൊണ്ടും വലിയ നിബന്ധന കേന്ദ്രം വച്ചില്ലേ? ഏതെങ്കിലും തരത്തിൽ കേരളം സറണ്ടർ ചെയ്യുന്ന കാര്യമുണ്ടായോ? 4,60,000 വീട് കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. വിലപ്പോവില്ല എന്നാണ്. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ 2-3 റൗണ്ടുകളായി നമുക്ക് ചർച്ച മുന്നോട്ട് പോകണം. ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോയതിനു ശേഷം അങ്ങയിലേക്ക് മടങ്ങി വരാം. ഷാഫി ചാലിയം, പ്രതിപക്ഷം പറയുന്നത് തിരഞ്ഞെടുപ്പ് കുപ്രചരണം എന്നാണ്. പക്ഷേ നോക്കൂ, അടുത്ത മാസം മുതൽ പെൻഷൻ കൈ കിട്ടാൻ പോവാണ്. സാമൂഹ്യ പെൻഷനായിട്ട്, വീട്ടമ്മ പെൻഷനായിട്ട്, യുവാക്കൾക്കുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പായിട്ട്, CDSനുള്ള പ്രവർത്തന ഗ്രാൻഡായിട്ട് ആളുകളുടെ കയ്യിലേക്ക് പണമെത്തും. ആളുകളുടെ കയ്യിലേക്ക് ആത്മാഭിമാനത്തോടെ നിമിർന്നു നിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കി എന്ന് സർക്കാർ പറയുന്നു. അതിദാരിദ്ര്യ വിമുക്തമായ കേരളം എന്ന പ്രഖ്യാപനം കേരളത്തിൽ ചിലരെങ്കിലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും സ്വന്തം ഗ്രാമങ്ങളിൽ അനുഭവിക്കുന്ന ആളുകൾ ഈ സർക്കാർ അനുകൂലമായിട്ട് ചിന്തിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ സർക്കാർ വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. CPMന്റെ സെക്രട്ടറി പറയുന്നത് തുടർഭരണം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. അപ്പോൾ പ്രതിപക്ഷം ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണോ പുതിയ പുതിയ തന്ത്രങ്ങൾക്കായി? ഇവിടെ നമ്മുടെ CPMന്റെ പ്രതിനിധി, നമ്മുടെ സുഹൃത്ത് പറയുകയുണ്ടായി, പ്രകടനപത്രികയിൽ പറഞ്ഞ 600 കാര്യങ്ങളിൽ 580 നടപ്പായി എന്ന് പറഞ്ഞു. പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണോ കൂടുതൽ ഇവിടെ നടപ്പായത്, അല്ലെങ്കിൽ പ്രകടനപത്രികയിൽ പറയാത്തത്? കെട്ടിട നികുതി കൂട്ടുമെന്ന് പ്രകടനപത്രികയിൽ പറഞ്ഞിരുന്നോ? വൈദ്യുതി കരം 5 തവണ കൂട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നോ? വെള്ളക്കരം കൂട്ടുമെന്ന് പറഞ്ഞോ? OP ടിക്കറ്റിന് വില കൂട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞോ? വാഹനങ്ങളുടെ പെർമിറ്റിന് തുക 10 ഇരട്ടിയാക്കും നിങ്ങൾ പറഞ്ഞോ? ചെറുകിട കൂടുവണ്ടികളിൽ ബ്രാൻഡ് നെയിം എഴുതി വെക്കുന്നത് വളരെ ചെറിയ പൈസ ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് 25 ഇരട്ടി കൂട്ടി ഭരണഘടനയിൽ പറഞ്ഞിരുന്ന. എവിടെ നിങ്ങൾ പറഞ്ഞത്? പിന്നെ പറഞ്ഞു 2,500 രൂപ കൊടുക്കുന്ന പറഞ്ഞ ക്ഷേമ പെൻഷൻ. എന്നിട്ട് 4.5 കൊല്ലം കഴിഞ്ഞപ്പോഴും അത് 2000 എത്തിയിട്ടുള്ളൂ. അത് 1,600 വരെ എത്തിച്ചതാരാ? ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുമ്പോൾ ഇവർ കൊണ്ടുവന്ന ഒരു ആശയമായിട്ടാണ് പറയുന്നത്. പട്ടം താണുപിള്ളൻ്റെ കാലത്താണ് ഇത് തുടങ്ങുന്നത് തന്നെ. ഇത് മനസ്സിലാക്കണം. 300 രൂപ അച്യുതാനന്ദൻ്റെ കാലത്ത് അത് 400 ആക്കി ആരാ? ഉമ്മൻചാണ്ടി. 600 ആക്കിയതാരാ? ഉമ്മൻചാണ്ടി. 900 ആക്കിയതാരാ? ഉമ്മൻചാണ്ടി. 1000 എത്തിച്ചാരാ? ഉമ്മൻചാണ്ടി. അതൊക്കെ എന്ന് അങ്ങനെ 1,400 വരെ അത് എത്തിയത് എങ്ങനെയാണ്? ഈ 600 രൂപയിൽ ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന് നമ്മുടെ മുമ്പിൽ തെളിവുകളില്ല. എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അതിന് കുറേ സമയം വേണ്ടി വരും. മനസ്സിലായോ? അതൊക്കെ ഒരു ഫയലാക്കി വെച്ചിട്ടുണ്ട്. അല്ലല്ലോ, ഇത് മാത്രമല്ല, സ്വാഭാവികമായും അത് തെറ്റിദ്ധരിപ്പിക്കാണെന്നൊരു സംഭവം ഇടപെടുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ മുമ്പിലുള്ള സർക്കാരിന്റെ പഠിക്കുകയും പരിശോധിക്കുകയും 100 രൂപ വർദ്ധിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ അത് 600 രൂപയാക്കി. 500 രൂപയായിരുന്ന VSന്റെ കാലത്തെ പെൻഷൻ 600 രൂപയാക്കി. അതിൽ ചില മാസങ്ങളിൽ കുടിശ്ശിക വന്നു, ചില മാസങ്ങളിൽ 18 മാസം വരെ മറ്റു പല പെൻഷനുകളും കുടിശ്ശിക വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ചാക്കി എന്നുള്ളതാണ് തോമസ് ഐസക്കിന്റെ കാലത്ത് സംഭവിച്ചത്. അത് നിങ്ങൾ പറയുന്നത് ശരിയാണ്. പക്ഷേ 600 രൂപ 1000 രൂപയാക്കി ഉമ്മൻചാണ്ടി വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് വാസ്തവമല്ല. ഷാഫി ചാലിം, ഞാനേ ഒരു സാധനം നിങ്ങൾക്ക് ഇട്ടുതരാം. അതിലെല്ലാ തെളിവും ഉണ്ട്. ഇല്ല ഷാഫി ചാലിയം, അങ്ങനൊരു തെളിവിന് സാധ്യതയില്ല.
കാരണം ഇത് നിയമസഭയിലെ തോമസ് ഐസക്കിന്റെ ബഡ്ജറ്റിന്റെ പ്രഖ്യാപനം നമ്മുടെ മുന്നിലിരിക്കുക. ആ ഗവൺമെന്റ് ഉത്തരവ് നമ്മുടെ മുന്നിലിരിക്കുക. അതിനെ മറികടക്കുന്ന തെളിവ് പ്രതിപക്ഷം തന്നിട്ടില്ല. ഷാഫി ചാലിയത്തെ ആരോ അത് തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷേ ഷാഫി ചാലിയ ഒരു കാര്യം സത്യമാണ്, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ, വയോജന പെൻഷൻ വാങ്ങുന്നതിനോടൊപ്പം മറ്റു പെൻഷൻ വാങ്ങുന്നത് കൂടി കൂട്ടിച്ചേർത്ത് 80 വയസ്സിന് മുകളിലുള്ളവർക്ക് ചിലപ്പോൾ 1000 രൂപയും 1200 രൂപയും കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ അത് ശതമാനം വളരെ വളരെ ചെറുതാണ്. ഇത് മൊത്തം കിട്ടിയതാകെ 32 ലക്ഷം പേരേ ഉള്ളൂ. LDFിന്റെ കാലത്ത് ഇപ്പോൾ 62 ലക്ഷം പേരാണ്. അവിടെ അല്ല നമ്മളിപ്പോൾ കുറേ ദിവസമായല്ലോ തുടർച്ചയായിട്ട് ഇരിക്കുന്നു. ഞാനും ഉണ്ട്, അഡ്വക്കേറ്റ് അരുൺകുമാർ അപ്പോറുണ്ട്, ഡോക്ടർ അരുൺകുമാറാണ് അവതാരകനും. നാളെയോ മറ്റന്നാളോ ഇരിക്കുമ്പോൾ ഞാൻ ഇതിന്റെ ഫുള്ള് തെളിവായിട്ട് നിങ്ങളെടുത്ത് വരാം. ശരി, അതോടെ നിൽക്കട്ടെ. സുഹൃത്ത് അരുൺകുമാറോട് ഒരു അതെ അദ്ദേഹം തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ക്ഷേമ പെൻഷൻ 2500 ആക്കും എന്നാണ് നിങ്ങളെ പത്രികയിൽ പറഞ്ഞത്. അത് 4.5 കൊല്ലമായിട്ടും 2000 എത്തിയിട്ടുള്ളൂ. ഒറ്റ കാര്യം സിമ്പിളായിട്ട് ചോദിക്കുക, ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റും പറയാം. ക്ഷേമ പെൻഷൻ 2500 ആക്കി പ്രഖ്യാപിച്ച് പൂർവ്വകാല പ്രാബല്യത്തോടെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അപ്പോഴാണ് നിങ്ങളെ പ്രകടന പത്രികയോട് നിങ്ങൾ കൂറി കൊടുത്തുക. ഒറ്റ ചോദ്യം, അത് ഈ ആളുകൾ 2021 തൊട്ട് പൂർവ്വകാല പ്രാബല്യത്തോടെ 2500 കൊടുക്കാൻ തയ്യാറുണ്ടോ ഇല്ലേ? ജനത ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അരുൺകുമാർ മറുപടി പറയും. ഓക്കെ. അല്ല ഡോക്ടർ അരുൺ, ഈ അതിദാരിദ്ര്യ സർവേ പോക്കാണ്, സർവേ നടത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അതിദരിദ്ര സർവേയുടെ ഭാഗമായിട്ട് കൊടുത്ത കിറ്റ്, ഏറ്റവും പട്ടിണിപ്പാവങ്ങൾക്ക് കൊടുത്ത കിറ്റ് വരെ അടിച്ചു മാറ്റി കഴിഞ്ഞ 1.5 വർഷം ആ കിറ്റ് കൊണ്ടുപോയി തിന്ന കോൺഗ്രസ് നേതാക്കന്മാരുള്ള നാട്ടിലാണ് മാത്രമാണ് നിങ്ങളുടെ സംഭാവന. ഇതാണോ ഉത്തരം? അരുൺ, അത് ഒരു കൗൺസിലറുടെ കാര്യത്തിൽ എനിക്ക് തിരുവനന്തപുരത്ത് വഴുതന്നാക്കുന്നതിന്റെ പേരിൽ വീട്ടുടമകളുടെ കയ്യിൽ നിന്ന് 5000 രൂപ കൈക്കൂലി വാങ്ങിച്ച CPM കൗൺസിലറെ കുറിച്ച് കൂടി പറയേണ്ടി വരും. അതായത് 2000 രൂപ പെൻഷനായി കൊടുക്കുമ്പോൾ അതിൽ നിങ്ങളുടെ സംഭാവന ആകെ 100 രൂപ മാത്രമാണ്. നിങ്ങൾ എന്തൊക്കെ രേഖ തരാന്ന് പറഞ്ഞല്ലോ, ധൈര്യമായിട്ട് ആ രേഖ താ. ഇനിയുള്ള സൃഷ്ടിക്കേണ്ടി വരും വ്യാജരേഖ, അതുള്ളൂ. അല്ലെങ്കിൽ ഈ കൈരേഖ കാണിക്കേണ്ടി വരും. ഈ 2000 രൂപയിൽ 100 രൂപ മാത്രമാണ് നിങ്ങളുടെ സംഭാവന. എന്ത് രേഖയും തരാം. പിന്നെ ഇനി 6 മാസം ഉണ്ട്. ഇതൊക്കെ സാമ്പിൾ വെടിക്കട്ടെ ആയിട്ടുള്ളൂ. ഞങ്ങൾ ഗംഭീരമായി പൂർത്തീകരിക്കും. പെൻഷൻ ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഒന്നുമില്ല. നാളെ ഈ അരുൺകുമാറിനെ എന്നെയും വിളിച്ചൊരു ചർച്ചകൾ നടത്തുമോ? നാളെ അതിന് വല്ല സാധ്യതയുണ്ടോ? നാളെ വലിയ രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ തയ്യാറാ. ഞാൻ ഈ പറഞ്ഞതിനൊക്കെ കൃത്യമായ രേഖകളുമായി വരാം. ഞാനും തയ്യാറാണ്. നമുക്കത് ചർച്ച ചെയ്യാം, തെറ്റില്ല. പക്ഷേ ഷാഫി ചാലിയ ഉപദേശിക്കുന്നത് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് അങ്ങ് പോകരുത് എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റിലെ എന്റെ കയ്യിൽ ഉള്ള രേഖ ഉണ്ടല്ലോ ഇവിടെ. സാർ, നമ്മുടെ കയ്യിൽ സർക്കാരിന്റെ ഉത്തരവ് മനസ്സിലാക്കണം. ജിയോയും വിവിധ കാലങ്ങളിലായി KM മുനീർ അടക്കം ഒടുവിൽ തോമസ് ഐസക് അടക്കം കൊടുത്ത മറുപടികൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനും അപ്പുറത്തുള്ള മറ്റെന്ത് തെളിവാണ് നമ്മുടെ കയ്യിലുള്ളത് ഷാഫി ചാലിയും? എനിക്ക് അതിലാണ് സംശയമുള്ളത്. ഞാൻ അതുകൊണ്ടാണ് അങ്ങയോട് പറയുന്നത്. ശരിയാണ്, ഒരു കാര്യം സംശയമില്ലാതെ നമുക്ക് പ്രേക്ഷകരോട് പറയാം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിവിധ ക്ഷേമ പെൻഷൻ പദ്ധതികളിലായിട്ട് ചിതറിക്കിടന്നിരുന്ന ഒരുപാട് പെൻഷനുണ്ട്. ആ പെൻഷനുകളെല്ലാം കൂടി കിട്ടിയ ആളുകളുമുണ്ട്. പക്ഷെ അവർ 80 വയസ്സിന് മുകളിലുള്ള ആ ഉപാധികളുള്ള ആളുകളാണ്. ആ കാർഷിക പെൻഷനും വയോജന പെൻഷനും ഈ ഇന്ദിരാഗാന്ധിയുടെ പെൻഷനും ഒക്കെ കിട്ടിയിരുന്ന ആളുകളുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അവരിൽ ചില ആളുകൾക്കെങ്കിലും അങ്ങ് പറഞ്ഞതുപോലെ ഈ തുക കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർ ബഹുന്യൂനപക്ഷമായിരുന്നു. ഇപ്പോൾ അങ്ങനല്ല. 62 ലക്ഷം പേർക്കും ഒരേ തുക കൊടുക്കുന്നു. അത് സംയോജിപ്പിച്ചു തോമസ് ഐസക്. അതാണ് അതിലെ വ്യത്യാസം. ഞാൻ അങ്ങേ ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. ഇപ്പോഴും അങ്ങേക്ക് ചർച്ചയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചർച്ചയ്ക്ക് ഇരിക്കാം. അത് കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ടതാണ്, നമ്മളത് പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് അത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഷാഫി ചാലിയം ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഷാഫി ചാലിയം പറഞ്ഞു നമുക്കിരിക്കാം. ഞാനൊന്ന് ഷാബു പ്രസാദിലേക്ക് പോയിട്ട് വരട്ടെ. ഷാബു പ്രസാദ്, ഞാനൊന്ന് ഷാബു പ്രസാദിലേക്ക് പോയി 2ാം ഘട്ടത്തിൽ വന്നാൽ പോരെ? ഞാൻ അങ്ങോട്ട് തന്നല്ലേ, എന്റെ സമയം ഞാൻ അങ്ങോട്ട് എന്നാണ്. അപ്പൊ എല്ലാം ഒറ്റ മിനിറ്റ്, വേറെ ഒന്നും വേണ്ട. ഒറ്റ മിനിറ്റ്. അതായത് അച്യുതാനന്ദന്റെ കാലത്ത് 300 രൂപ പെൻഷൻ വാങ്ങിയ ആളുകളുടെ എണ്ണം നോക്കുക.
അത് ഉമ്മൻചാണ്ടി ഒന്ന് വർദ്ധിപ്പിച്ച് 3 ഇരട്ടിയിലെ ആളുകളിലേക്ക് വ്യാപിച്ചതും നിങ്ങൾ നോക്കുക. അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ രേഖകളും ഞാൻ തരാം. ഇപ്പം ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചതിന് ഒരു ഉത്തരം നിങ്ങൾക്ക് പറയാം. യെസ് ഓർ നോ. പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? 2500 എന്നതാണ് വാഗ്ദാനം. ആ വാഗ്ദാനം 2001 പൂർവ്വകാല പ്രാബല്യത്തോടെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അത് മാത്രം പറഞ്ഞാൽ അതെ നിങ്ങളുടെ പ്രകടന പത്രികയിലെ ഒരു ഐറ്റം നടപ്പാക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന ഒരു സിമ്പിൾ ചോദ്യമാണ്. അല്ല പ്രകടന പത്രിക പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ അത് അധികാരത്തിൽ വന്നാൽ 5 വർഷത്തിനുള്ളിൽ ചെയ്ത് പൂർത്തീകരിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ 1600 ഇപ്പൊ 2000 ആക്കി. ഇനി അത് 2500 ആക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ ഭരണ കാലയളവിനുള്ളിൽ ഞങ്ങൾ വാക്കുപാലിക്കും. ഓക്കെ, ഷാഫി ചാലിയം 2500 കാണോ ആക്കിയ വീണ്ടും കുഴയുകയെ പ്രതിപക്ഷം. ഈ നമ്മുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കൊല്ലം കൊണ്ട് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഒരു മിനിറ്റ്, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ എത്തുന്നത് 2021 അതിന്റെ ഗവർണറുടെ നയപ്രഖ്യാപന രേഖകളിൽ വരെയുണ്ട്. 250 റബ്ബറിന് താങ്ങുവില കൊടുക്കും. കൊല്ലം 4.5 പ്രകടന പത്രികയിൽ പറയുന്ന കാര്യം നടപ്പാക്കിയ ശുദ്ധ വിവരക്കേടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യുഡിഎഫ് കൺവീനർ കഴിഞ്ഞ ആഴ്ച ദേശാഭിമാനിയുടെ അടിക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയില്ല. ഷാബു പ്രസാദ് ഈ 2021 പൂർവ്വകാല പ്രാബല്യത്തോടെ 2500 കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അത് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ശരി, ഷാബു പ്രസാദ് നമുക്ക് പോകുന്നുണ്ട്. ഷാബു പ്രസാദ്, തിരുവനന്തപുരം തലസ്ഥാനം പിടിക്കാൻ കോൺഗ്രസ് ശബരിനാഥനെ തന്നെ രംഗത്തിറക്കി ആദ്യം തന്നെ കളം പിടിച്ചിരിക്കുകയാണ്. ഇനി അത് പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ പ്രതിഫലിക്കുമെന്നറിയില്ല. അവിടെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു BJP. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു സ്ട്രാറ്റജിക് ടീം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ മറുഭാഗത്ത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷെ അപ്പോഴും എന്താണ് തദ്ദേശം പിടിക്കാനും നിയമസഭ പിടിക്കാനുമുള്ള BJPയുടെ ലക്ഷ്യമായി താങ്കൾക്ക് തോന്നുന്നത്? BJPയുടെ കയ്യിൽ എന്തെങ്കിലും സ്ട്രാറ്റജി ഉള്ളതായിട്ട് താങ്കൾക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം ഈ ശബരിമല വിഷയത്തിലൊന്നും UDF ചെയ്തതിൻ്റെ അത്രയും BJP ചെയ്തിട്ടില്ല എന്ന് BJP നേതാക്കൾക്ക് തന്നെ അറിയാം, BJP അണികൾക്കും അറിയാം. അപ്പോൾ ശബരിമല വിഷയം ഊതി കത്തിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല. എന്തായിരിക്കും BJPയുടെ കയ്യിലെ ആ തന്ത്രം? ഷാബു പ്രസാദ് എന്താണ് കരുതുന്നത്? അരുൺ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ വളരെ കൗതുകപൂർവ്വം ഇവിടെ നടന്ന ആ ഒരു ചർച്ച ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ ക്ഷേമ പെൻഷന്റെ കാര്യം. അതായത് മാസം 2000 ആണോ 2500 രൂപയാണോ എന്നുള്ളതായിരുന്നല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ തർക്കം. 300 രൂപയായിരുന്നു, 500 രൂപയാക്കി, അങ്ങനെ ഇപ്പോൾ അത് 2000 രൂപ വരെ എത്തി. അതായത് ഒരു മാസം 2000 രൂപ കൊണ്ട് ജീവിക്കേണ്ടവരുടെ കണക്കുകളാണ് ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് എത്ര 35 ലക്ഷമോ 65 ലക്ഷമോ മറ്റും. ഈ മാസം 2500 രൂപ കൊണ്ട് 2000 രൂപ കൊണ്ട് ജീവിക്കേണ്ടവരുടെ കണക്കുകൾ പറയുമ്പോഴാണ് ഒരു വശത്തൂടെ ഇവിടെ അതിദാരിദ്ര്യം മുഴുവനും തുടച്ചു നീക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാസം 2500 രൂപ കൊണ്ട് ജീവിക്കേണ്ടവർ ദാരിദ്ര്യത്തിന്റെ ഏത് വ്യാകരണത്തിലാണ് പെടുക എന്നുള്ളത് എനിക്ക് കൊണ്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. അതാണ് ഞാനിവിടെ എൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ വന്നത് മുഴുവനും അതാണ്. ഇവിടെ മുഴങ്ങി കേൾക്കുന്നത് മുഴുവനും ഈ മാസം 2500 രൂപ കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന പാവം മനുഷ്യരുടെ അവസ്ഥയെ പറ്റിയാണ്. ഇനി താങ്കൾ ചോദിച്ചത് BJPയുടെ മനസ്സിൽ എന്താണുള്ളത്, BJPയുടെ തന്ത്രം എനിക്കറിയില്ല. അതാണ് ഞാൻ ആദ്യം പറയുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞ കാര്യം, BJPയുടെ ഉള്ളുകളിലെ അവരുടെ ചർച്ചകളിലൊന്നും എനിക്ക് ആക്സസ് ഇല്ല, എനിക്കറിയില്ല. നമുക്ക് പുറത്തു നിന്ന് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ. അതനുസരിച്ച് BJPയുടെ തന്ത്രം എന്ന് പറയുന്നത് വളരെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ യന്ത്രവും അത് ജനങ്ങളിലേക്ക് ഇറക്കി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വളരെ ജയിക്കുക എന്ന ഒരു കില്ലർ ഇൻസ്റ്റിങ്റ്റോടുകൂടി പ്രവർത്തിക്കുന്ന BJPയുടെ സംഘടനാ യന്ത്രത്തിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. വലിയ ഒച്ചയും വിളിയും ബഹളങ്ങളും ഒന്നുമില്ലാതെ അവർ വളരെ നിശബ്ദമായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ. പിന്നെ ശബരിമല പ്രക്ഷോഭത്തിലൊന്നും BJPയെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് അത് നിങ്ങളുടെ കണ്ടിട്ടില്ല എന്നല്ല. UDFും BJPയും തുലനം ചെയ്താൽ UDF നടത്തിയ വലിയ പ്രചരണങ്ങൾ പോലെ BJPയുടെ ഭാഗത്ത് നിന്ന് കണ്ടില്ല, അത്രയേ ഉള്ളൂ. തലസ്ഥാനത്ത് അവന് പ്രതിഷേധിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ സമ്മതിക്കുന്നു. അല്ല, അതാണ് പറഞ്ഞത്. BJP നടത്തിയ പ്രചരണങ്ങൾക്ക് മാധ്യമങ്ങളിൽ പ്രാധാന്യം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നന്നാവുക. അത് ജനങ്ങളുടെ ഇടയിൽ എത്തിയിട്ടുണ്ട്. കാര്യം ഇവിടെ പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമമൊക്കെ BJP നടത്തിയതല്ലെങ്കിൽ പോലും നമ്മൾ കണ്ടതാണ്.
അതിന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അതിന് ഒരു അല്ല, coverage വേണ്ടത്ര നേരിട്ടുള്ള ചോദ്യം, അങ്ങ് മനസ്സിലാക്കുന്ന ഈ ആന്റി ഇൻകുംബൻസി എന്താണ് ഭരണവിരുദ്ധ വികാരത്തിന്റെ അടിസ്ഥാനം? ഇപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ 5 വർഷവും പ്രതിപക്ഷത്തിന് വരാൻ കഴിഞ്ഞില്ല, BJPക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കിയെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്, ഒന്നും നമ്മുടെ മുന്നിലില്ല. CMRL കാര്യത്തിലടക്കം വിജിലൻസും പിന്നീട് ഹൈക്കോടതി എടുത്ത് തൊട്ടിക്കളഞ്ഞു. അപ്പോൾ എന്താണ് ആന്റി ഇൻകുംബൻസിയുടെ ഫാക്ടർ? ജനങ്ങളുടെ ജീവിതത്തിന്റെ ഗുണനിലവാരമാണെങ്കിൽ ഇതാ ഇപ്പോൾ അതിദാരിദ്ര്യമുക്ത കേരളമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ കാര്യമെടുത്താൽ കേരളം മുൻപിലാണ് എന്ന് കേന്ദ്രത്തിന്റെ കണക്കുകൾ വരുന്നു. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇതേ നീതി ആയോഗ് കേരളത്തെ അംഗീകരിക്കുന്നു. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ അമേരിക്കയെ മറികടന്നു എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പ്രശംസാപത്രം ഉണ്ടാക്കുന്നു. എന്തിനേറെ കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള മന്ത്രിമാർ പോലും കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. റോഡുകൾ കേന്ദ്ര സഹായത്തോടു കൂടിയാണെങ്കിലും മികച്ച നിലയിലേക്ക് മാറാൻ പോകുന്നു. അപ്പോൾ എവിടെയാണ് ഈ ആന്റി ഇൻകുംബൻസി ഫീൽ ചെയ്യുന്നത് ഷാബു പ്രസാദിന്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആന്റി ഇൻകംബൻസി ഉണ്ട്, ജനങ്ങൾക്ക് ഉണ്ടല്ല. പക്ഷേ ഇവിടുത്തെ ഈ ഒന്നിനും കൊള്ളാത്ത കഞ്ഞി കുഞ്ഞിരാമന്മാരായ പ്രതിപക്ഷത്തിന് അത് മുതലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. പ്രതിപക്ഷ ധർമ്മം എന്ന ഒരു സാധനമുണ്ട്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഷാഫി ചാലിയത്തിന് വിഷമം തോന്നും, എങ്കിലും ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിലനിൽക്കുന്ന ഒരു ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ആന്റി ഇൻകംബൻസി ഉണ്ട്. ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഷാബു പ്രസാദ്. അതൊരു നിരീക്ഷണമാണ്. കാര്യം ആന്റി ഇൻകംബൻസി ഈ തിടുക്കപ്പെട്ട് ചില കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ഒന്ന് പ്രസ്താവന നടത്തി പോകുന്നു എന്നതിനപ്പുറത്തെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവുന്നുണ്ടോ? ഇപ്പോൾ പല അഴിമതി പദ്ധതികളെ കുറിച്ച് സംസാരിച്ചു. നമ്മൾ സ്പ്രിംഗ്ലറൊക്കെ കഴിഞ്ഞ തവണ കേട്ടു, ക്യാമറയുടെ കാര്യത്തിൽ നമ്മൾ കേട്ടു, ഇതിലൊന്നും തന്നെ ഫോണിൻ്റെ കാര്യത്തിൽ കേട്ടു. പക്ഷേ ഇതൊന്നും കേസായിട്ട് വരുന്ന സമയത്ത് നിലനിൽക്കുന്നില്ല, മാത്രമല്ല അതിനൊരു ഫോളോ അപ്പ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതെല്ലാം അവിടെ വെച്ച് അവസാനിപ്പിച്ച് പുതിയ കാര്യങ്ങളേക്ക് പിടിച്ചു പോകുന്നു. പക്ഷെ അതിന് പിന്നാലെ നിൽക്കാൻ കഴിയുന്നില്ല പ്രതിപക്ഷത്തിന് എന്ന് തോന്നുന്നുണ്ടോ ഷാബുവിന്? അബ്സല്യൂട്ട്ലി എനിക്കത് തോന്നുന്നുണ്ട്. കാര്യം എന്തല്ല ഇവിടെ നടക്കുന്ന പകൽക്കൊള്ളയെല്ലാം പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. പക്ഷേ അതിനെ ജനങ്ങളിൽ എത്തിച്ച് അതൊരു വലിയ ചർച്ചാ വിഷയമാക്കി ഒരു ഭരണമാറ്റത്തിന് ശ്രമിക്കാനോ അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെ ആ ഒരു ജനവികാരം തിരിച്ചുവിടാനോ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു 100% വാസ്തവമാണ്. ഒരു സംശയവുമില്ല. അതിന്റെ ആനുകൂല്യം ഞാൻ പറഞ്ഞ ഈ പഞ്ചായത്ത് ഇലക്ഷന്റെ സ്ട്രാറ്റജി ഇത് വേറെയാണ്. ഈ പറഞ്ഞതിന്റെ ആനുകൂല്യം തീർച്ചയായിട്ടും സർക്കാരിനും ഇടതുപക്ഷത്തിനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ സത്യസന്ധമായ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണത്. സജീവൻ നോക്കൂ, വലത് നിരീക്ഷകരായിട്ട് പോലും ഷാബു പ്രസാദ് പറയുന്നു പ്രതിപക്ഷത്തിന്റെ ദൗർബല്യം ഇത്തവണ സർക്കാരിന് തുണയായി തീരും എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവാണ്. പക്ഷേ നോക്കൂ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സർക്കാർ അങ്ങേയറ്റം പ്രതിരോധത്തിലായി. PMC വിഷയം വന്നപ്പോൾ വീണ്ടും സർക്കാർ പ്രതിരോധത്തിലാവുന്ന നമ്മൾ കണ്ടു. മുന്നണിയിൽ നിന്ന് തന്നെ CPയുടെ വലിയ എതിർപ്പ് അവഗണിക്കാൻ പറ്റാത്തതിനൊടുവിൽ CPM തുറന്ന് സമ്മതിച്ചു, വീഴ്ച പറ്റി എന്ന് പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞു. പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ ഒരു മിനി ബഡ്ജറ്റ് പോലെ മുഖ്യമന്ത്രി കൊണ്ടുവരുന്നു. വീട്ടമ്മമാർക്കുള്ള പെൻഷൻ 31.5 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ സ്ത്രീകളുടെ കൈകളിലേക്ക് എത്താൻ പോവുകയാണ്. 400 രൂപ കൂട്ടി 2000 രൂപ പെൻഷൻ എത്താൻ പോവുകയാണ്, കുടിശ്ശികയടക്കം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആ വോട്ടർമാരുടെ ആത്മവിശ്വാസം ഉയരില്ലേ, അവരുടെ ഒരു ആനന്ദത്തിന്റെ ഫാക്ടർ കൂടില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇതിനെ മറികടക്കാൻ പ്രതിപക്ഷത്തിന്റെ ഏതു പ്രചരണത്തിനാണ് സാധിക്കുക? ഒരു ആന്റി ഇൻകുംബൻസി വോട്ടായി മാറത്തക്ക രീതിയിൽ കേരളത്തിൽ ശക്തമാണോ സജീവൻ? 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്നത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, UDF നേതാക്കന്മാർ പറഞ്ഞത് ഇത് കിറ്റ് കൊടുത്തിട്ട് നേടിയ വിജയമാണ് എന്നാണ്. സർക്കാരിനെതിരെ എത്ര ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കിറ്റ് കൊടുത്തുകൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് നേടിയ വിജയമെന്നാണ്. നമ്മൾ കാണേണ്ടത് ഇതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗംഭീരമായി ഇപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ 19 സീറ്റ് അന്ന് UDFന് കിട്ടിയിരുന്നു. പിന്നീടാണ് കേരള കോൺഗ്രസ് കണ്ട് മാറിയപ്പോൾ ഒരാൾ മാറിയത്. അപ്പോൾ അന്ന് 19 കിട്ടി. പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതല്ല 2024 18 സീറ്റേ കിട്ടിയുള്ളൂ. അപ്പോൾ 19 സീറ്റ് കിട്ടിയിട്ടുള്ള അന്നത്തെ UDFന് പക്ഷേ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ 2020 ആയപ്പോൾ ഗംഭീരമായ രൂപത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഗംഭീര വിജയം നേടാൻ LDFന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക്
നേരത്തെ ഉള്ളതിനേക്കാൾ 8 സീറ്റ് കൂടുതൽ നേടിയിട്ട് സെഞ്ചുറിക്ക് 1 കുറവായ അവസ്ഥയിൽ വീണ്ടും ഭരണം പിടിച്ചെടുക്കാൻ LDFന് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത അന്ന് അവർ വിലയിരുത്തിയ ഒരു കാര്യം തന്നെ ഞാനിവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങിയതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. വലിയ തരത്തിൽ സർക്കാരിനെതിരെ അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയൊക്കെ വളരെ രൂക്ഷമായ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത് നമുക്കറിയാം. എന്നിട്ടും അവിടെ ഒരു ഗംഭീര വിജയം നേടാൻ കഴിഞ്ഞുവെങ്കിൽ അതിന് കിറ്റാണ് കാരണമെന്ന് ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ നേതാക്കന്മാർ തന്നെ രമേശ് ചെന്നിത്തലയും VD സതീശനും ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാം പറഞ്ഞുവെങ്കിൽ ഇപ്പോഴത്തെ കാര്യം താങ്കൾ ചോദിച്ച ചോദ്യം ഏറെ പ്രസക്തമാണ്. കാരണം ഈ പ്രഖ്യാപനം വരുന്നവരെ വലിയ വീഴ്ചയ്ക്കുള്ള സാധ്യത നമ്മൾ കണ്ടിരുന്നു. സർക്കാർ ഒരിക്കൽ ഈ തദ്ദേശ സ്ഥാപനത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെയും വലിയൊരു തിരിച്ചടിക്കുള്ള സാധ്യത, ഭരണമാറ്റം സ്വാഭാവികമായും ഉണ്ടാകും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഇവിടെ താങ്കൾ പറഞ്ഞ പോലെ ഇതുവരെ അങ്ങനെ സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നൊരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ കേട്ടില്ല. തമിഴ്നാട്ടിലാണെങ്കിലും മറ്റും അങ്ങനെ ഉണ്ട്. കാരണം സ്ത്രീകൾ ബസ്സിൽ കയറുമ്പോൾ പൈസ കൊടുക്കേണ്ട, അങ്ങനെ സ്ത്രീകൾക്ക് ധാരാളം വീട്ടമ്മമാരെ കയ്യിലെടുക്കാൻ വേണ്ടി ധാരാളം പദ്ധതികൾ DMK ഒക്കെ കൊണ്ടുവന്നിട്ടാണ് അവർക്ക് തുടർച്ചയായിട്ടുള്ള ഈ വിജയമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതേപോലെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ വീട്ടമ്മമാർക്ക് പെൻഷൻ. പിന്നെ ഈ 1600 ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 2000-ലേക്ക് വരുന്നു. ഇപ്പോൾ അരുൺകുമാർ, സത്യത്തിൽ ഷാഫി ചാലിയ ആ ചോദ്യം ചോദിക്കുന്നതിൽ കാര്യമില്ല. കാരണം അരുൺകുമാർ CPMൻ്റെ ഒരു നേതാവാണ്. അല്ലാതെ ഈ ന്യായപരമായ കാര്യങ്ങളിൽ തീരുമാനം പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരാളല്ല. അപ്പം നിങ്ങൾ 2500 കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ അരുൺകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡിത്തം എന്നേ ഞാൻ പറയുള്ളൂ. അരുൺകുമാറിന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരു നേതാവ് മാത്രമാണ്. അവിടെ പ്രഖ്യാപനം ഒന്നും മുഖ്യമന്ത്രി നടത്തണം, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി നടത്തണം, അങ്ങനെ ആരെങ്കിലും നടത്തണം. അതല്ലാതെ ഒറ്റയ്ക്ക് ഒരു നേതാവിന് ഈ ചർച്ചയിൽ പറയാൻ പറ്റില്ല. രണ്ടാമത്തെ ഒരു കാര്യം, അവർ 2500 കൊടുക്കുമെങ്കിൽ അതിനെ മറികടക്കാവുന്ന ഒരു വാക്ക് പോലും ഇപ്പോൾ ഷാഫി ഇവിടെ പറഞ്ഞില്ല. അതേപോലെ VD സതീശനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും UDF നേതാക്കന്മാരോ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളോ ഒന്നും പറഞ്ഞ് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 2026 ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 5000 രൂപ കൊടുക്കും, അല്ലെങ്കിൽ 2500 പകരം 3000 രൂപ കൊടുക്കും, 2501 രൂപ കൊടുക്കുന്നൊക്കെ പ്രഖ്യാപിക്കേണ്ടിയിരുന്നു. നിങ്ങൾ കൊടുക്കുമോ എന്നുള്ള ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് പറയേണ്ടത്. അപ്പോൾ സത്യത്തിൽ ഇത്തരം ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കുന്ന പഴയ കിറ്റിൻ്റെ ബദലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നടത്തിയുള്ള പ്രഖ്യാപനങ്ങൾ കിറ്റ് പോലെ ആളുകളെ കുപ്പിയിലാക്കാൻ തന്നെയാണെന്ന് നമുക്കറിയാം. ഇതല്ലാതെ സർക്കാർ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് വേറെ ഒന്നിനുമല്ല, ആളുകളുടെ വോട്ട് കിട്ടാൻ വേണ്ടി നടത്തിയുള്ള പ്രഖ്യാപനം തന്നെയാണ്. നവംബർ 1 മുതൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നടപ്പാവുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അതിനെ മറികടക്കുന്ന രൂപത്തിലുള്ള ഒരു സ്ട്രാറ്റജി അവിടെയാണ് ഷാബു പ്രസാദ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുള്ളത്. യോജിപ്പുള്ളത്. കാരണം ഷാബു പ്രസാദ് താങ്കൾ പറയുന്ന പോലെ വലത് നിരീക്ഷകൻ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല BJP-കാരനാണ്. അദ്ദേഹം BJP-യുടെ സ്ഥാനത്തൊന്നില്ലെങ്കിലും നല്ല BJP-കാരനാണ്. അപ്പോൾ ഷാബു പ്രസാദ് തന്നെ പറയുന്നു LDFന് അനുകൂലമായിട്ടുള്ള കാര്യമാണ്. അതിനെ മറികടക്കാൻ വേണമെന്നും പറയാവുന്ന, അല്ലെങ്കിൽ ഇടയ്ക്ക് UDF നേതാക്കന്മാർ പറയുന്നൊരു കാര്യം BJP-യുടെ താല്പര്യം LDFന് അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. അവർ തമ്മിൽ ഒരു ഒത്താശയുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഞാൻ എൻ്റെ ആരോപണമല്ല, വേണമെങ്കിലേ പറയാം. പക്ഷേ ആ ഒരു കാര്യം ഷാബു പ്രസാദിനെ പോലുള്ള ആളുകൾക്ക് പോലും തോന്നുന്നു ഈ പ്രഖ്യാപനം ചില്ലറ കാര്യമല്ല, ഈ പ്രഖ്യാപനം വലുതാണ്. കാരണം സർക്കാരിൽ നിന്ന് വീണു പോകുന്ന ഒരവസ്ഥയിൽ CPIയുടെ മുമ്പിൽ അടിയറ വെക്കേണ്ടിയിരുന്ന ഒരു കാര്യം, താങ്കൾ പറഞ്ഞ പോലെ PMCയുടെ കാര്യത്തിൽ വലിയൊരു വീഴ്ച, വലിയൊരു വിഡ്ഢിത്തമാണ് സർക്കാർ ചെയ്തത്. കാരണം മുന്നണിയിൽ ചർച്ച ചെയ്യാതെ, പാർട്ടിയുടെ പ്രധാന ഘടകകക്ഷിയോട് ആരോടും ചർച്ച ചെയ്യാതെ പ്രഖ്യാപിച്ച് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ലാന്ന് പറഞ്ഞു. പക്ഷേ അവസാനം കീഴടക്കി. അപ്പോൾ എന്നിട്ടും ഒരു മുൻകൈ LDFന് ഉണ്ടാകുന്നുവെങ്കിൽ അതിനർത്ഥം ഷാബു പ്രസാദിനെ പോലുള്ള ആളുകൾക്ക് പോലും സമ്മതിക്കേണ്ടി വരുന്നുവെങ്കിൽ അതിനർത്ഥം പഴയ കിറ്റ് പോലെ ഈ പ്രഖ്യാപനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും UDFകാർ സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കെ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കെ ആത്മവിശ്വാസം ഏത് മുന്നണിക്കാണ് എന്നുള്ളതാണ് ചോദ്യം. ഇനിയുമുണ്ടോ പരീക്ഷണങ്ങൾ? ഇനിയുമുണ്ടോ പുതിയ തന്ത്രങ്ങൾ? അഡ്വക്കേറ്റ് കെ സുനിൽകുമാർ CPM പ്രതിനിധി, ഷാഫി ചാലി മുസ്ലിം ലീഗ് UDF പ്രതിനിധി, ഷാബു പ്രസാദ് വലത് നിരീക്ഷകൻ, സജീവൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ. ഷാഫി ചാലിയും ഷാബു പ്രസാദ് പറഞ്ഞതൊരു ഞെട്ടലോടുകൂടിയാണ് ഞാൻ കേട്ടത്. പ്രതിപക്ഷത്തിന്റെ ദൗർബല്യം മുതലെടുത്ത് ഒരുപക്ഷെ മൂന്നാമതൊരു തുടർച്ച കൂടി ഇടതുമുന്നണി സർക്കാരിനുണ്ടായാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് പറഞ്ഞത്. ഷാഫി ചാലിയും ഈ
പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങളിൽ പ്രതിപക്ഷത്തിന് ഉറച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം എന്താണെന്നാണ് ഷാഫി ചാലിയൻ പറയുന്നത്? കരമടച്ചതും ഈ പറയുന്ന ബസിന്റെ ലൈസൻസിന്റെയും പെർമിറ്റിന്റെയും കാര്യത്തിലുള്ള ഫീസ് വർധനയും ഒന്നും അല്ലാതെ എന്താണ് കൂടുതലുള്ളത്? കാര്യം അതൊക്കെ അവർ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഈ പുതിയ പെൻഷൻ കിട്ടുമ്പോൾ വീട്ടമ്മമാർക്ക് 31.5 ലക്ഷം വീട്ടമ്മമാർക്കിടെ കയ്യിലേക്ക് 1000 രൂപ പെൻഷൻ കിട്ടുമ്പോൾ അത്തരം കാര്യങ്ങളൊന്നും നിലനിൽക്കില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ. ഇതാ നോക്കൂ, വിദ്യാഭ്യാസ മന്ത്രി ഈ ഹിജാബ് വിഷയത്തിൽ പോലും എടുത്ത നിലപാട് ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് കൈയിടിച്ച നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ഏത് വിഷയത്തിലാണ് നിങ്ങളൊരു ഭരണവിരുദ്ധ വികാരം കാണുന്നത്? ഒരുപാട് ഉത്തരം പറയാൻ ഞാൻ നിർബന്ധിതനാകുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. ഇവിടെ എൻ്റെ സുഹൃത്ത് സാബു പ്രസാദ് അദ്ദേഹം പറയുന്നതിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. കെ സുരേന്ദ്രൻ വളരെ ഓപ്പണായി തന്നെ പറയുന്നത് ഞങ്ങൾക്ക് പിണറായി എന്നെ വീണ്ടും വരാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അപ്പോൾ BJP ഇവിടെ ആഗ്രഹിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ വീണ്ടും വരണം എന്നതിനാണ് അവരുടെ ആഗ്രഹം. അതാണ് കാരണം ഒരു നിയമസഭാ സീറ്റും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ജയിക്കാനുള്ള ഒരു 70 സീറ്റിലേക്ക് BJP എത്തണമെങ്കിൽ ഒരു 50-60 കൊല്ലം ഇവിടെ വർഗീയത വലിയ ഒരു ഗുജറാത്ത് പോലെയൊക്കെ എന്തെങ്കിലും ഒരു കലാപമൊക്കെ നടത്തി ഉണ്ടാക്കാൻ സാധിച്ചേക്കും. അതുവരെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു MLAയും ഇല്ലാതെ ഈ കേരളം ഭരിക്കുന്നത് അവരാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നേരത്തെ തന്നെ പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞത് പിണറായി വിജയനെക്കുറിച്ച് അദ്ദേഹം മുണ്ടെടുത്ത മോഡിയാണെന്നാണ്. അതുപോലെ തന്നെ CPIയുടെ സർവ്വ നേതാക്കളും മാനിരാജ് പറഞ്ഞത് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും RSS ആണ് കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ ഘടകകക്ഷികളാണ്. ഇപ്പം ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് എന്താണ്? CPMന് തെറ്റ് സംഭവിച്ചു എന്നാണ്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ ഇതുണ്ടല്ലോ, ഈ ഭരണവിരുദ്ധ വികാരം സാധാരണ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഭരണവിരുദ്ധ വികാരം പ്രതിപക്ഷത്തിന് നേട്ടമുണ്ടാക്കും. പക്ഷേ കേരളത്തിൽ നിർഭാഗ്യവശാൽ ഭരണവിരുദ്ധ വികാരം ഈക്വലായിട്ട് BJPയും പ്രതിപക്ഷവും വീതിച്ചെടുക്കുന്ന ഒരു കാഴ്ച. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ BJP 140 മണ്ഡലത്തിലേക്കും മത്സരിക്കുന്നില്ല എന്നിട്ട് തീരുമാനിച്ചു എന്ന് കരുതുക. എന്താ അവിടെ സംഭവിക്കുക? UDF ഒരു 140 സീറ്റ് ജയിച്ചു വരും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. BJP വന്ന് ഈ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇനി അടുത്ത കാര്യം, നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു ഉത്തരവാണ്. ഞാനിപ്പം നിങ്ങളെ ചർച്ച നടക്കുന്നതിൻ്റെ ഇടയിലൂടെ LSCD വെബ്സൈറ്റിൽ പോയി പെൻഷൻ ഹിസ്റ്ററി മുഴുവൻ പരിശോധിച്ചു. അതിൽ അരുൺകുമാർ ഇൻ്റർനാഷണൽ പറഞ്ഞ കാര്യം സത്യമാണ്. അതായത് 300-400 ആക്കിയതും 400-500 ആക്കിയതും 500-600 ആക്കിയതും ഉമ്മൻചാണ്ടി. 75 വയസ്സ് കഴിഞ്ഞവർക്കും 80% ഡിസാബിലിറ്റി ഉള്ളവർക്കും അവർക്ക് 400 ഉള്ളത് 900 ആക്കി, 900 ഉള്ളത് 1100 ആക്കി, 1100 ഉള്ളത് 1200 ആക്കി, 1200 ഉള്ളത് 1500 ആക്കിയതും ഉമ്മൻചാണ്ടിയാണ്. അതവിടെ നിൽക്കട്ടെ. 2011 പെൻഷൻ കൊടുത്തവരുടെ എണ്ണം 16,23,000. ശരിയാണ് എന്നുള്ളതല്ലേ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ന്യൂനപക്ഷങ്ങളെ ഞാൻ സമ്മതിക്കുന്നു. അതെ ഞാൻ പറയട്ടെ 2011 പെൻഷൻ കൊടുത്തവരുടെ എണ്ണം 2011 16,23,401 പേർക്കാണ്. എന്നാൽ 2011 തൊട്ട് 2016 വരെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടം എത്രയാണെന്ന് നോക്കണം. 34,43,414. ഇത് കൂടാതെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 75 വയസ്സ് കഴിഞ്ഞവർക്കും 8 ലക്ഷം പേർക്ക് ക്ഷേമം. പിന്നെ കുടിശ്ശിക ആക്കിയത് ഒരു ചെറിയൊരു കഥ പറഞ്ഞുതരാം. 5 മാസത്തെ കുടിശ്ശിക മൂലം കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയിൽ ഒരു ജോസഫ് ആത്മഹത്യ ചെയ്ത വിവരം അരുൺകാരന് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ ഡോക്ടർക്ക് അത് ഓർമ്മ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി UDFന്റെ പ്രകടന പത്രികയിൽ പിന്നീട് എന്തിനാണ് ഈ 1000 രൂപ പെൻഷൻ ആക്കും എന്ന് പറഞ്ഞത്? എങ്ങനെ? UDFന്റെ 2021 പ്രകടന പത്രികയിൽ പെൻഷൻ 1000 ആക്കി വർദ്ധിപ്പിക്കും എന്ന് പ്രകടന പത്രികയിൽ UDF പറഞ്ഞു. 1000-ലധികമായി എന്ന് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ട കാര്യമില്ലല്ലോ. അതെ, അങ്ങനെയല്ലല്ലോ. ഞാനിപ്പോൾ അത് കറക്റ്റ് ചെയ്തല്ലോ. ഞാൻ 300 ഉള്ളത് 400 ആക്കിയതും 400 ഉള്ളത് 500 ആക്കിയതും 500 600 ആക്കിയതും ഉമ്മൻചാണ്ടി. ഓക്കെ,
ആ ശരി. അപ്പൊ ഘട്ടത്തിലാണ് ഇനി വന്ന് കണക്കിന്റെ പറഞ്ഞത്, കാര്യത്തിൽ ഇനി ഒരു വന്നാൽ കാര്യം കൂടിയുണ്ട്. ഈ 600 ഉള്ള 34 ലക്ഷം ഉമ്മൻചാണ്ടി കൊടുത്തെങ്കിൽ ഇപ്പോൾ അല്ല, കണക്കിന്റെ അല്ല, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ 62 ലക്ഷമാണ് കൊടുക്കുന്നത് ഷാഫി ചാലിയം. 62 lakhs. ഇപ്പം ഒരു മിനിറ്റ്, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കേരളത്തിന്റെ ആനുവൽ ഇൻകം എത്ര പറയും നിങ്ങൾ? 83,000 കോടി. ഇപ്പോൾ 1,41,000 കോടി ഉയർന്നു. വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ ബജറ്റ് പോർഷൻ, ഒരു മിനിറ്റ്, ഇപ്പോഴത്തെ ബജറ്റ് പോർഷൻ എത്രയാണ്? നിയർലി 2 ലക്ഷമാണ്. അത് നിങ്ങൾ അതാണ് 2 ലക്ഷം കോടി നിയർലി ബഡ്ജറ്റ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതാണ് ഷാഫി ചാലിയം ഭരണം. ഈ കേരളത്തെ ഷാഫി ചാലിയം ഇപ്പോൾ പറഞ്ഞത് ഈ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു പോയിന്റ് അല്ലേ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 73,000 ആയിരുന്ന എക്സ്പെൻഡിച്ചർ 2 ലക്ഷം കോടിയായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ സർക്കാരിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലക്ഷണമല്ലേ? അല്ല, വളർച്ചല്ലത്, അല്ല പിടിച്ചു പറയാണ്. അതുകൊണ്ടാണ് KC വേണുഗോപാൽ കൈക്കൂലി എന്ന ഒരു സാധനം ഉപയോഗിച്ച് ഇത് മുഴുവനും എവിടുന്നാണ്? ഇംഗത്ത് നിന്നല്ല കൊടുക്കുന്നത്, ഇതൊക്കെ കടം വാങ്ങി കൊടുക്കുകയാണ്. 1,52 ലക്ഷം അല്ല 152 കോടി രൂപയായിരുന്നു നമ്മുടെ വായ്പ. അത് എത്തി 9 ലക്ഷം കോടിയായി. എന്റെ ഷാഫി ചാലിയം, ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ വളരെ വിശദമായി പറഞ്ഞതാണ്. ഈ PM ശ്രീയിൽ എല്ലാ സർക്കാർ 100% വർധനമുണ്ടാവും. ഇക്കുറി ആ കണക്ക് പോലെ 6 ലക്ഷം ആകേണ്ടത് 4.5 ലക്ഷമേ ആയിട്ടുള്ളൂ എന്നുള്ള കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കടക്കണിയിൽ നിൽക്കുന്ന ആദ്യത്തെ 14 സംസ്ഥാനങ്ങളിൽ കേരളം ഇല്ല. ഷാഫി ചാലിയം, ഞാൻ അരുൺകുമാറിന്റെ ചർച്ചയ്ക്ക് വരുന്നത് വളരെ ആയാസകരമായി സംസാരിക്കാൻ അനുവദിക്കുന്നൊരു വ്യക്തിയാണ് താങ്കൾ എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഞാൻ എപ്പോഴും ചോദിക്കും, ആരാ അവതാരകൻ എന്ന് ചോദിക്കും. കാരണം അല്പം ചർച്ചയിൽ ജനാധിപത്യ മര്യാദക്ക് അങ്ങ് കാണിക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ ഒരുപാട് അരുൺകുമാർ ഇവിടെ പറഞ്ഞിട്ടത് ഒരുപാട് കിടക്കുന്നുണ്ട്. അതിന് പുറമെ നിങ്ങളെ ഇടപെടലിലും കുറേ ക്വസ്റ്റ്യൻ വന്നു. ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്കൊരു സമയം സന്ദർഭമൊക്കെ വേണ്ടേ? അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളിപ്പം അവസാനമല്ല, നിങ്ങളുടെ ഈ ചോദ്യത്തിൽ അവസാനം ഞങ്ങൾക്കെതിരെയുള്ള ഒരു കൊട്ടുണ്ടല്ലോ അല്ലേ? എന്തോ ഞാൻ മറന്നുപോയി. നിങ്ങൾ ഈ ചോദ്യം എന്തായിരുന്നു? കടക്കണിയിൽ ഇന്ത്യയിലെ കടക്കണിയുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ ആദ്യത്തെ 14 സംസ്ഥാനങ്ങളിൽ നമ്മുടെ കേരളമില്ല. അപ്പോൾ കടം വാങ്ങിയാണ് ഈ പെൻഷൻ കൊടുക്കുന്നത് എന്നുള്ള വലിയ വിമർശനം നമ്മളില്ല. അതല്ലേ വാസ്തവം? ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. 3.5 കോടി മനുഷ്യന്മാരുള്ള കേരളം 9 ലക്ഷം കോടിയാണ് വായ്പ. നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ 16 കോടി അങ്ങനെയല്ല. എനിക്ക് അങ്ങനെ തിരുത്തേണ്ടി ദുഃഖമുണ്ട്. 4,65,000 കോടിയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ജനസംഖ്യ പറഞ്ഞാൽ അത് വലിയ സംഖ്യയാണ്. നിങ്ങൾ ടോട്ടൽ സ്റ്റേറ്റ് ഞാൻ സർക്കാരിന്റെ ലിസ്റ്റിൽ നിന്നാണ് നമുക്കിപ്പോ എവിടുന്നാണ് എടുക്കണത്? എന്റെ പ്രിയപ്പെട്ട ഷാഫി ചാലിയം, അതുപോലെ തന്നെ അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകൾ പറയാനുള്ള ഒരാളല്ല ഷാഫി ചാലിയം എന്ന് എനിക്കറിയാം. അങ്ങേക്ക് അബദ്ധം പറ്റിയത് ഞാൻ അങ്ങേ തിരുത്തുന്നു. 4,65,000 സംശയമുണ്ടെങ്കിൽ CAG റിപ്പോർട്ട് നോക്കാം. ഞാൻ ഈ അല്ല ഇങ്ങനെ ഈ ചർച്ച പോയിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞതൊന്നും ഈ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടില്ല. കാരണം നിങ്ങൾ എന്നെ ചോദ്യം ചോദിച്ച് ശരിയാക്കി കളഞ്ഞു. എന്നെ നിങ്ങൾ ഇടങ്ങേറാക്കുന്നത് കാരണം അറിയാം. നിങ്ങളെ ഈ പെരും ഈ ലൈറ്റത്തും ചൂടത്ത് ഇന്ന് വേറൊരു ക്യാമറ മീഡിയ പണ്ണം വന്നു വെച്ചിരിക്കും. മനുഷ്യൻ ഇത് തന്നെ പണി. ഇതൊന്നും പറയാൻ ഇങ്ങനെ സംഭവിക്കാൻ ഞാൻ എന്താ ചെയ്യാൻ? എനിക്ക് എന്തെങ്കിലും എവിടെയൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞതൊന്നും നാട്ടുകാർക്ക് ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? ആദ്യം പ്രിൻസിപ്പളായി ചില കാര്യങ്ങളുണ്ട്. എന്തിനാണ് പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിലേറിയാൽ നടപ്പാക്കുമെന്നാണ്. അല്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിലേറി 4.5 കൊല്ലം കഴിഞ്ഞാൽ നടപ്പാക്കുന്നതാണെന്ന് പ്രകടന പത്രികയിൽ എഴുതി വച്ചിട്ടില്ല. ഈ ചോദ്യം ഞാനല്ല ചോദിക്കേണ്ടത്. അവതാരം എന്ന നിലക്ക് ഡോക്ടർ അരുൺകുമാർ അപ്പം തിരുത്തേണ്ട ചോദ്യമാണ്. എന്താ കാരണം? നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സ് ഇടതുപക്ഷ മനസ്സായതുകൊണ്ടാണ്. മനസ്സിലായോ? അതിൻ്റെ പരിമിതികൾ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് എന്നെ അത് ഞെട്ടിക്കുന്നുമില്ല. കാരണം ഇവിടുന്ന് പറഞ്ഞല്ലോ 5 കൊല്ലം കൊണ്ട് നടപ്പാക്കാനുള്ളത്. 4.25 കൊല്ലം കഴിഞ്ഞാൽ നടപ്പാക്കുകയാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞത് കഴിഞ്ഞ കൊല്ലം മരിച്ചു പോയവരുണ്ട്. 2021 ഈ 2000 വാങ്ങാൻ കഴിയാതെ മരിച്ചു പോയ എത്ര പേരുണ്ട് ഇതിൽ?
നിങ്ങൾ മനസ്സിലാക്കണം. 60 വയസ്സ് കഴിഞ്ഞവനെ കൊടുക്കണം. 60 വയസ്സ് കഴിഞ്ഞ 100 പേരിൽ 50 പേരെ ജീവിക്കുന്നുള്ളൂ, ബാക്കി 50 മരിക്കുകയാണ്. ഈ നരേന്ദ്രമോദിന്റെ പണ്ടറടക്കിയ ഈ വാക്സിൻ വന്നോട് കൂടിയിട്ട് 60-ന് മുമ്പും മരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ നിങ്ങളൊന്ന് തിരുത്തണം. 5 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ ഒരു മിനിറ്റ് ഇപ്പോഴും പ്രേക്ഷകരൊന്ന് കേൾക്കട്ടെ. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നടപ്പിലാക്കൂ എന്നാണ്. അധികാരത്തിലെത്തി 4.5 കൊല്ലം കഴിഞ്ഞ് നടപ്പാക്കും എന്നല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി ചോദിച്ചത്. ആത്മാർത്ഥതയുള്ള സർക്കാരാണെങ്കിൽ ഈ 2500 രൂപ വാങ്ങാനുള്ള എലിജിബിലിറ്റി ഈ നാട്ടിലെ ക്ഷേമ പെൻഷൻകാർക്ക് ഉണ്ടെങ്കിൽ പറയേണ്ട ഒരൊറ്റ വാക്കാണ്, ഞങ്ങളുടെ വാക്കുണ്ട്. ഞങ്ങളെ സർക്കാർ അധികാരത്തിലെത്തിയാൽ 2500 രൂപ പെൻഷൻ കൊടുക്കുന്നുള്ളത്. ഇപ്പം തൽക്കാലം പൈസ ഇല്ലാത്തതുകൊണ്ട് 2021 കൊടുത്തില്ല, 22 കൊടുത്തില്ല, 23 കൊടുത്തില്ല, 24 കൊടുത്തില്ല. 2028 എത്തി ഞങ്ങളെടുത്തത് പൈസ സമയത്തിന് പരിമിതി ഷാഫി പറഞ്ഞ ഈ ചോദ്യം വളരെ ലോജിക്കലാണ്. ചോദിച്ചല്ലോ അല്ലേ? അല്ല, അതേപോലെ തന്നെയാണ് റബ്ബറിന് 250 രൂപ താങ്ങ് വിലയാക്കും പറഞ്ഞത്. ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്നു നിൽക്കെ ആത്മവിശ്വാസത്തിന്റെ തട്ടാർക്ക് താഴ്ന്നിരിക്കുന്നു എന്നാണ് ചോദ്യം. CPM പ്രതിനിധി അഡ്വക്കേറ്റ് കെ സുരൺകുമാർ. ഷാഫി ചാലിയും ചോദിച്ച ചോദ്യം അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഇതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫി, ഒരു നിമിഷം ഈ മറുപടി കൂടി കേട്ട് അങ്ങേക്ക് എന്തെങ്കിലും പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ ഞാൻ അങ്ങയുടെ സമയം എടുത്തുകൊണ്ട് എനിക്ക് 1 മിനിറ്റ് കൂടി സമയം തരാനുണ്ട്. ഷാമുവാണ് സംസാരിച്ചത്, സോറി, ഞാൻ ഷാഫിയാണെന്നാണ് കരുതിയത്. അഡ്വക്കേറ്റ് കെ സുരൺകുമാർ. ഷാഫി ഈ അരമണിക്കൂർ, ക്ഷമിക്കണം, 6 മാസം മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിന് അടുത്ത് നിൽക്കെ, കഷ്ടിച്ചൊരാഴ്ച മാത്രം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ബാക്കി നിൽക്കെ ഈ പ്രഖ്യാപനം നടത്തിയതിന്റെ രാഷ്ട്രീയമായ ലക്ഷ്യം തിരഞ്ഞെടുപ്പ് തന്നെയല്ലേ കെ സുരൺകുമാർ? ഒറ്റ കാര്യം, ഈ ചർച്ചയിൽ ഭൂരിഭാഗം സമയവും ബഹുമാനപ്പെട്ട ഷാഫി ചാലിയും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള കുറെ വ്യാജ കള്ളക്കണക്കുകൾ നിരത്തി ആ സമയം കളഞ്ഞു. അതുകൊണ്ട് അങ്ങ് പറഞ്ഞ സംവാദം ഏത് ദിവസം ഏത് സമയത്ത് വെച്ചോളൂ, എല്ലാ രേഖയുമായിട്ട് അങ്ങ് വന്നോളൂ, ഞാനും വരാം, നമുക്കൊരു പൊതു സംവാദമാകാം. ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ജനങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വരുന്നുള്ള ഒരു അവസരമായിട്ട് നമുക്കതിനെ മാറ്റാം. പിന്നെ അങ്ങ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു ഈ കേരളത്തിന്റെ കടം 9 ലക്ഷം കോടിയാണ്, 9 ലക്ഷം കോടിയാണെന്ന്. അത് പച്ച കള്ളമാണ്. ഈ കേരളത്തിന്റെ കടം 2025 ഡിസംബർ വരെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഇപ്പൊ 2 മാസത്തോടെ ഉണ്ട്, അതുപോലും 4.61 കോടിയാണ്. അതായത് ഇരട്ടിയാണ് താങ്കൾ പറയുന്നത്. അങ്ങനെ കടത്തിൽ ചെറിയ വർധന ഉണ്ടാകുമ്പോഴും കേരളത്തിന്റെ സ്വത്ത് 3 ഇരട്ടിയായിട്ട് 300% വർദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ. അതായത് 2 പ്രളയം, 3 കോവിഡ് ഘട്ടം, ആ ഘട്ടത്തിലും നമ്മുടെ സ്വത്ത് 3 ഇരട്ടിയായി 300% വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ ഈ കേരളത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ള വർധനവൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്ക് കൊണ്ടുവരരുത്. പിന്നെ അങ്ങ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ആ അധികാരത്തിൽ വരുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അത് അങ്ങനെയല്ല. ആ 5 വർഷം ഭരണകാലയളവിനുള്ളിൽ പൂർത്തീകരിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയുമുണ്ട് കുറച്ച് പൂർത്തീകരിക്കാൻ. അത് ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് കൊടുത്ത് ഞങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങേക്കറിയാലോ, ഇപ്പൊ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാന 90 വയസ്സുള്ള മുത്തശ്ശനും മുത്തശ്ശിയും വരെ ഫോൺ കയ്യിൽ വെച്ച് അവർക്ക് ഏത് രേഖയാണോ വേണ്ടത് അപ്പൊ ഒറ്റ ക്ലിക്കിൽ മേടിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ ഏക പാർപ്പിട സംരക്ഷണ ബില്ല് പാസാക്കി. താങ്കൾക്കറിയോ, ഏതെങ്കിലും തരത്തിൽ കിടപ്പാടം ജപ്തി ചെയ്യപ്പെട്ട് തെരുവീതികളിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിലില്ല. ഇതൊന്നും ലോകത്ത് ഒരിടത്തുമില്ലാത്ത മാറ്റമാണ്. അതുപോലെ വന്യജീവി ആക്രമണം എത്രയധികം നമ്മൾ നേരിട്ടു. ആ വന്യജീവി ആക്രമണത്തിൽ ഡയറക്ട് ഷൂട്ട് ഡെഡ് ചെയ്യാൻ പാകത്തിന് വെടിവെക്കാനുള്ള ഉത്തരവ് അടക്കം നിയമസഭ ബില്ല് പാസാക്കിയത് നമ്മുടെ മുന്നിലില്ലേ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 2.5 വർഷം മുമ്പ് നമ്മൾ 28ാം സ്ഥാനത്താ. അന്ന് നിങ്ങൾ എത്ര ആഘോഷിച്ചു. ഇപ്പൊ നമ്മൾ 1ാം സ്ഥാനത്ത് എത്തിയപ്പോ പറഞ്ഞു നിങ്ങൾ പറയണം മാനദണ്ഡങ്ങളിൽ മാറ്റി എന്ന്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾക്കറിയോ, കേരള യൂണിവേഴ്സിറ്റി ഈ തവണ അഡ്മിഷൻ കൊടുത്ത വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം 81 ലോകരാജ്യങ്ങളിലെ 2620 കുട്ടികളാണ്. ഈ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ 50ലധികം ലോകരാജ്യങ്ങളിലെ 1879 കുട്ടികളാണ്. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച സർവകലാശാലയെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോ ആദ്യത്തെ 20ൽ 3 നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ്. ആദ്യത്തെ 100 കോളേജുകൾ പ്രഖ്യാപിച്ചപ്പോ 21 കോളേജുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കുതിച്ചു മുന്നേറുന്നു. നിങ്ങൾക്ക് ഏറ്റവും അധികം കളിയാക്കിയില്ലേ നവകേരള സദസ്സ്, ആ വാഹനയാത്ര എന്നൊക്കെ പറഞ്ഞ്. ആ നവകേരള സദസ്സ് ഇങ്ങ് പൂർത്തീകരിക്കുമ്പോ ഒറ്റമിട്ട് നിങ്ങൾ കേക്ക്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് 13,000 കോടി രൂപയാണ് ഓരോ ജില്ലയിലും നമ്മൾ ഓരോ മണ്ഡലത്തിലും വിതരണം ചെയ്തത്.
ഇപ്പൊ താങ്കൾ കേൾക്ക്, കഴിഞ്ഞ ആഴ്ച പത്രങ്ങളിൽ ഒരു പരസ്യം വന്നില്ലേ, ഓരോ മണ്ഡലങ്ങളിലും ഈ നവകേരള സദസ്സിന്റെ റെപ്രസെന്റേഷൻ കിട്ടിയപ്പോൾ വിതരണം ചെയ്ത ആ പദ്ധതികളെ കുറിച്ച് ഭൂരിഭാഗം നിങ്ങളുടെ MLA-മാരടക്കം മേടിച്ചിട്ടുണ്ട്. കിഫ്ബി 95,000 കോടി രൂപയുടെ വികസനമാണ് കിഫ്ബി. ദേശീയപാത, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ടെലമെട്രോ, AI ക്യാമറ, കെ ഫോൺ, അതുപോലെ 5500 ക്ലാസ് മുറികൾ ഹൈടെക് ആയി മാറിയത്, ആരോഗ്യരംഗത്ത് വന്നിരിക്കുന്ന മാറ്റം നിങ്ങൾക്കറിയോ? ആ ബസ്സൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറയട്ടെ, നിങ്ങൾക്കറിയോ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനത്തിന് 3 തവണ തുടർച്ചയായിട്ട് ഈ കേരളത്തിന് അവാർഡ് കിട്ടുകയാണ്. 30,000 കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 12 പേരെ എടുത്താൽ, പ്രിയപ്പെട്ട ഷാജി പി ചാലി ഒന്ന് കേൾക്ക, ഇങ്ങനെയെങ്കിലും ഇത് മനസ്സിലാക്കി കുറച്ച് വിവരം വെക്കട്ടെ. 12 പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് സൗജന്യ ചികിത്സ കിട്ടുന്ന സംസ്ഥാനമാണ് കേരളം. 12 പേരെ എടുത്താൽ സൗജന്യ ചികിത്സ, 6 പേരെ എടുത്താൽ അതിലൊരാൾക്ക് പെൻഷൻ കിട്ടും. ഇപ്പൊ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ, 62 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ. ഉപകരണങ്ങൾ എന്ന് തിരിച്ചു പോകുമെന്ന് അറിയാതിരിക്കുന്നൊരു സർക്കാർ സംവിധാനം ഉണ്ടേ. ഇപ്പോഴും ആ ചർച്ച പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. നമ്മുടെ ബസ് ഇല്ല. ഇതൊക്കെ ഏതെങ്കിലും അദ്ദേഹത്തോടൊന്നും ഉണ്ടായിരിക്കാൻ പറയാം. അദ്ദേഹം ചർച്ച ചെയ്തപ്പോ എത്രയോ വ്യാജ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ അത് കേട്ടിരുന്നില്ലേ? ഒരു സഹിഷ്ണുത കാണിക്കും മിസ്റ്റർ, ഒരു സഹിഷ്ണുത കാണിക്കും മിസ്റ്റർ. ബസ്സൊക്കെ താങ്കൾ അന്വേഷിക്കേ. 13,000 കോടി രൂപ നവകേരള സദസ്സിന്റെ ഭാഗമായി ഓരോ മണ്ഡലത്തിലേക്കും വിതരണം ചെയ്യുക. എല്ലാ വിഭാഗം ജനങ്ങളുടെയും കണ്ണീരൊപ്പുകയാ. നിങ്ങളുടെ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ കിഫ്ബിയുടെ വികസന പ്രവർത്തനം. ആ മലപ്പുറത്തേക്ക് ചെന്ന് നോക്കിയേ, ഓരോ UDF MLA-മാരും ബോർഡ് വെക്കുക, പിണറായി വിജയൻ സഖാവിന്റെ ഫോട്ടോ വെച്ചിട്ട് ഈ മണ്ഡലത്തിൽ സ്കൂള്, തോട്, അതുപോലെ മേൽപ്പാലം, വികസന പ്രവർത്തനം. അപ്പൊ വികസന പ്രവർത്തനങ്ങൾ എന്തെന്ന് കണ്ട 9.5 വർഷമാണ് ഈ കേരളം. അതുകൊണ്ട് നിങ്ങൾ എത്ര നുണ പ്രചരിപ്പിച്ചാലും, എത്ര വ്യാജ വാർത്ത പ്രചരിപ്പിച്ചാലും, ആ തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റ് പറഞ്ഞില്ലേ ഒറ്റ കാര്യം, തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റ് എന്താ പറഞ്ഞേ? ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒറ്റ മിനിറ്റ് മുമ്പിൽ തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റ് പറഞ്ഞില്ലേ, ഭൂരിഭാഗം സീറ്റും കോൺഗ്രസ് നോക്കും, ഭൂരിഭാഗം ആളുകളും UDF വിട്ട് BJP ആയി മാറും. ഇതൊക്കെ നമ്മുടെ മുന്നിലില്ലേ യാഥാർത്ഥ്യം? തിരുവനന്തപുരം DCC പ്രസിഡന്റ്, വയനാട് DCC പ്രസിഡന്റ്, തൃശൂർ DCC പ്രസിഡന്റ്, എത്രയോ DCC പ്രസിഡന്റുമാർ പറഞ്ഞ വാചകമുണ്ട്. മനോരമ പത്രത്തിൽ അച്ചടിച്ചു വരുന്ന വാർത്ത, ആ വാർത്ത ഏതെങ്കിലും ഒരു ആരോപണത്തിലോട്ട് പോകാനിരിക്കുക. ഇടതുമുന്നണി പിന്തുണച്ച തൃശൂരിലെ മേയർ വാർത്തയിലൊന്ന്, ഇടതുപക്ഷത്തിന്റെ കോർപ്പറേഷൻ ഭരിച്ച മേയർ BJP-യിലേക്ക് സ്കൂളുകളുടെ മുന്നിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വരും. അല്ലല്ല, അങ്ങനെയൊക്കെ ഒരുപാട് വാർത്ത വരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കി മുന്നോട്ട് പോകും. ഒറ്റ മിനിറ്റ്. ഇപ്പൊ നമ്മുടെ ശശി തരൂർ എന്താ പറയുന്നത്? ശശി തരൂരിന്റെ പ്രസ്താവന എന്താ? തിരുവനന്തപുരത്തെ പാലോട് രവിയുടെ പ്രസ്താവന എന്താ? അത് നേരത്തെ അങ്ങ് പറഞ്ഞു. ഷാഫി ചാലിയും ഈ പ്രസ്താവനകളൊക്കെ തിരിച്ചടിക്കുമോ? 30 സെക്കൻഡ്. അല്ല, ഞാൻ ഒറ്റ സിമ്പിൾ ചോദ്യം വെച്ച്, നവകേരള യാത്രയുടെ മികവ് വരുന്ന ആ ബസ് എവിടെയെന്ന് വെച്ച് ഉത്തരം കിട്ടിയോ? ഇല്ല. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പിണറായി വിജയന്റെ ഫോട്ടോ വെക്കുക, ഞങ്ങൾക്ക് ഞങ്ങളെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. മുന്നിൽ ഇനി നരേന്ദ്രമോദി ബാംഗ്ലൂർ റൂട്ടിൽ ഓടുന്നുണ്ട്. അങ്ങേക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുത്തു തരാം. എവിടെ ഓടുന്നത്? ഒരു ടിക്കറ്റ് വേണം. ബാംഗ്ലൂർ റൂട്ടിൽ ഓടുന്നുണ്ട്. താങ്കൾക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തു തരാം. എവിടെയെന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, നിങ്ങൾ ഒരു റോഡ് ഓടില്ല, അത് കട്ടപ്പുറത്താണ്. കർണാടകയിൽ ബസ്സിലൊക്കെ ഒന്ന് യാത്ര അറിയിക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചതാ, ഞാൻ അന്വേഷിച്ചിട്ടാ വന്നത്. ശരി. ആയിക്കോട്ടെ, നമുക്ക് 3 ആൾക്കും പോവാം. ശരി, ഫോട്ടോ നരേന്ദ്രമോദിന്റെ സ്കൂളിന്റെ മുന്നിലുണ്ടാവും. ശരി, ഞാൻ സജീവനിൽ ചർച്ച അവസാനിപ്പിക്കുന്നു. സജീവനിക്ക് 30 സെക്കൻഡ് സമയമേ ഉള്ളൂ. ഈ ഭരണവിരുദ്ധ വികാരത്തെ നിശ്ചയിക്കുന്ന ഘടകങ്ങളുണ്ടല്ലോ, അതിൽ ജനജീവിതം അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള പ്രതിച്ഛായ, അഴിമതി, ഇതിലേതെങ്കിലും ഘടകങ്ങൾ ഇപ്പോൾ പിണറായി വിജയനെതിരെ ശക്തമായിട്ട് പ്രതിപക്ഷത്തിന് ഉയർത്താൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും സജീവൻ? ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും തെളിവുകളും ഉണ്ടാവണം. അത് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും പ്രതിപക്ഷ നേതാവ് ഒരു പ്രഖ്യാപനം നടത്തും, ഒരു പ്രസ്താവന നടത്തും, സർക്കാർ രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസ്താവനകൾ നടത്തുകയല്ലാതെ അത് ആ ഒരു ഏറ്റെടുത്ത ഒരു സമരം അല്ലെങ്കിൽ ഏറ്റെടുത്ത ഒരു ദൗത്യം അത് പൂർത്തിയാക്കുന്നതിൽ പ്രതിപക്ഷത്തിന് വലിയ പാളിച്ച ഉണ്ടായിട്ടുണ്ട്. അതാണ് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം. ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലേക്ക് എത്തി കൺവിൻസിങ് ആക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കൺവിൻസിങ് ആക്കുന്നതിൽ പലപ്പോഴും ഇവർ പരാജയപ്പെടുന്നു. ഇപ്പോൾ തന്നെ എത്രയോ
ആരോപണങ്ങൾ സർക്കാരിന് നേരെ കൊണ്ടുവന്നിരുന്നു. ആ കൊണ്ടുവന്ന ആരോപണങ്ങളൊക്കെ അതുമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ടേക്ക് പോയിട്ട് ജനങ്ങൾക്ക് തോന്നണം ഇതാ സർക്കാർ കുഴപ്പത്തിലാണ്, ഈ സർക്കാരുമായിട്ട് മുന്നോട്ടേക്ക് പോയാൽ ശരിയാവില്ല എന്ന് ജനങ്ങളുടെ മനസ്സിലുണ്ടാവുമ്പോഴേ ഭരണവിരുദ്ധ വികാരമാവുള്ളൂ. മറ്റേ ഭരണവിരുദ്ധ പ്രസ്താവനകൾ മാത്രമാണ്. ഭരണവിരുദ്ധ പ്രസ്താവനകൾ ഭരണവിരുദ്ധ വികാരമാക്കി മാറ്റുന്നതിൽ പലപ്പോഴും തെളിവുകളുടെ അസാന്നിധ്യം മൂലമൊക്കെ പലപ്പോഴും വലിയ പരാജയം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴും ചെയ്യേണ്ടത് സർക്കാർ അത് ചെയ്തില്ല എന്ന് പറയുന്നവർ ഞങ്ങൾ വന്നാൽ ഇന്നെ ചെയ്യുന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇവിടെ UDF ഭാഗത്ത് ഉണ്ടാവേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിനെതിരെയുള്ള ഓരോ കാര്യങ്ങളും പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവാണ് അങ്ങ് പറഞ്ഞത്. ഇത് വെറും ഭരണവിരുദ്ധ പ്രസ്താവനകൾ മാത്രമായി അവശേഷിക്കുന്നിടത്തോളം കാലം ഇത് വികാരമായി പരിണമിക്കുന്നില്ലെങ്കിൽ LDF സർക്കാരിന് മൂന്നാമത്തെ ഊഴം എന്ന് ഇപ്പോൾ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ ഒരു അവസ്ഥയിലേക്ക് മാറേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ ഇനിയും ദിവസങ്ങളുണ്ട്, മാസങ്ങളുണ്ട്. പ്രതിപക്ഷത്തിന് കരുത്താർജിക്കാം. അവരുടെ തന്ത്രങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ ബദൽ നയങ്ങൾ, അതിൽ ജനങ്ങൾ വിശ്വസിച്ചാൽ ഒരുപക്ഷെ വിധി മറിച്ചാവുകയും ചെയ്യും. താങ്ക് യു ഷാഫി ചാലിയം, താങ്ക് യു അഡ്വക്കേറ്റ് K. സരൺകുമാർ, താങ്ക് യു സജീവൻ, താങ്ക് യു ഷാബു പ്രസാദ് ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.